സി ഏത് ഗെയിം ആയാലും ഞാൻ ഒരു വ്യത്യാസം വരുത്തുകയാണ്. ഇത്തരം എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഗെയിംസ് എന്ന് വിളിക്കാം. ആ ഗെയിംസിൽ നമ്മൾ മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആക്ടിവിറ്റികളെ ഞാൻ എക്സസൈസസ് എന്ന് വിളിക്കും. ഞാൻ പറയുന്നത് ഏത് ഗെയിമും നമുക്ക് ചില ടിൽറ്റുകൾ കൊടുത്താൽ എക്സർസൈസ് ആക്കി മാറ്റാം. അപ്പം നമ്മൾ ട്രെയിനേഴ്സാണ് തീരുമാനിക്കേണ്ടത് ഏത് ഗെയിം ഉപയോഗിക്കണം, ഏത് ഗെയിമിനാണ് ഏറ്റവും മിനിമൽ ടൈമിൽ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഒന്ന്, അവരെ എനർജൈസിങ് ആയിരിക്കും. രണ്ട്, അവരെ ഇൻവോൾവ് ആക്കുന്നതായിരിക്കും. മൂന്ന്, അവരെ ടീം ബിൽഡ് ചെയ്യുന്നതായിരിക്കും. നാല്, അവർക്കൊരു മെസ്സേജ് കൊടുക്കുന്നതായിരിക്കും. ഏതാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഗെയിമിന് പോലും ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്. നമ്മൾ പറയില്ലേ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയില്ലേ, ഗ്യാപ്പ് ഫില്ലിംഗ് ടൈം ഫില്ലറായിട്ട് ഉപയോഗിക്കാമെന്ന്. അപ്പം ആ രീതിയിൽ ഇപ്പോൾ ഇതേ ബോളിൻ്റെ സ്ഥാനത്ത് ഇറ്റ് കുഡ് ബി ഓൾസോ ബലൂൺ. ബലൂൺ ആകുമ്പം ആഡഡ് ബെനിഫിറ്റ് പൊട്ടാതിരിക്കണം. പൊട്ടിയാൽ ഔട്ടാവും. ഓക്കെ, ബോളാണെങ്കിൽ ആ പൊട്ടലിൻ്റെ പ്രശ്നമില്ല, താഴെ പോകുന്ന പ്രശ്നമേ ഉള്ളൂ. ബലൂൺ ആകുമ്പം പൊട്ടുകയും ചെയ്യരുത്, താഴെയും പോകരുത്. ഓക്കെ, അലീന നെറ്റി ഉണ്ടായി. ഇത് കണ്ട ഫോർഹെഡ് ടു ഫോർഹെഡ് ഇൻ ടൂസ്. നെറ്റിക്ക് നെറ്റി വെച്ചിട്ട് ഇവർ ഈ ബോളും കൊണ്ട് ഓടണം. ദേ ഷുഡ് നോട്ട് ക്യാച്ച് ദ ബോൾ. ഓക്കെ, ഓടിക്കും, അങ്ങോട്ടോട്. You understood? Different teams will be running together, right? Okay, lip to lip. ഇതിലെ ബലൂൺ പൊട്ടി, അതൊക്കെയാണ് അതിലെ ഫൺ എലിമെന്റ്. ഓക്കെ, ബെല്ലി ടു ബെല്ലി. ബലൂൺ പൊട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓർക്കണം. ഓക്കെ, നൗ ബാക്ക് ടു ബാക്ക്, ബാക്ക് ടു ബാക്ക്, കൈ ഇനി ഇങ്ങനെ ഓടണം. റൈറ്റ്, ഇനിയും ഇത് ബലൂൺ പൊട്ടിക്കൽ അതിൻ്റെ വേറൊരു വശമാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ഇൻ ബേസിക്. നമ്മൾ ബലൂൺ വീർപ്പിച്ച ബലൂൺ വയറുകൊണ്ട് പരസ്പരം പൊട്ടിക്കണം. അപ്പം അത് യൂഷ്വലി നമ്മൾ കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ സെയിം ജെൻഡർ ജോഡിയിലേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കാം. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവരോട് ഒരുമിച്ച് പൊട്ടിക്കാൻ പറയും.